പക്ഷേ അദ്ദേഹം ആകെ പറയാൻ ശ്രമിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ ആകത്തുകയാണ് ഈ തരത്തിലുള്ള സംഘങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടനേജ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, CPIM-നാണ്. അതുകൊണ്ട് ഈ വിഴുപ്പൊക്കെ ഉണ്ടാകാൻ കാരണം CPIM ആണ് എന്ന് അടിച്ചു പരത്തി അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഏർപ്പാട് നടക്കില്ല എന്ന് ഞാൻ തിരികെ അങ്ങോട്ട് പറഞ്ഞതാണ്. അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവന മാത്രമല്ല, നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ ഈ പോറ്റിയുടെ പ്രസ്താവനയെ എടുത്തു വെച്ച് വാർത്താ സമ്മേളനം നടത്തി ഇപ്പൊ തന്നെ ഇതിന് മോഷണം സംഭവിച്ചിരിക്കുന്നു, തരികിട നടത്തിയിരിക്കുന്നു എന്ന് പോറ്റിയുടെ പ്രസ്താവന എടുത്തു വെച്ച് വാർത്താ സമ്മേളനം നടത്തിയതാരാണ്? ആ വാക്കുകളെ തൊണ്ട തൊടാതെ വിഴുങ്ങിയതാരാണ്? അത് കോൺഗ്രസ് നേതാവിന് അറിയില്ലേ? ആ വിഴുങ്ങിയതിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തിയ ആള് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസ് നേതാവേ. അങ്ങ് ആദ്യം പരിശോധിക്കണം ആരാണ് പോറ്റിയുടെ വാക്കുകളെ തൊണ്ട തൊടാതെ എടുത്ത് വിഴുങ്ങി അതിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തി അതിന്റെ പേരിൽ ഇവിടെ കൂട്ടക്കൊള്ള നടന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് അങ്ങ് പോയി പരിശോധിച്ചാൽ മതി, അപ്പൊ കിട്ടും. പിന്നെ ഇങ്ങനെ ഈ സാധ്യതകളും ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ചിരിക്കാതെ അയാളുടെ വീട്ടിൽ തന്നെ റെയ്ഡ് ചെയ്ത് ഇത്തരം സാധനങ്ങൾ കണ്ടെത്തിയതാരാണ്? അത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? വിശ്വാസികളെ പറ്റിക്കാൻ എന്തോ ഒരു സംഗമം നടത്തിയെന്നല്ലേ? അങ്ങ് ആരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്? അങ്ങയുടെ നേതാവ് പഴയ RSSന്റെ പ്രചാരകൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന തെലങ്കാനയിൽ ഇപ്പൊ നവമി ഘോഷയാത്ര നടത്തുകയാണ്. എങ്ങനെയാ അവിടെ വിശ്വാസികളെ പറ്റിക്കുന്നത്? ആങ്കർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിനോടകം വാർത്തകൾ വന്നു. എങ്ങനെയാണ് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ടാർപോളിൻ കൊണ്ട് കെട്ടിമറയ്ക്കുകയാണ്. യോഗി ആദിത്യനാഥ് UP-യിൽ ചെയ്യാത്ത പണിയല്ലേ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്? അങ്ങനെ വിശ്വാസികളെ പറ്റിക്കുന്ന കോൺഗ്രസ് ഏർപ്പാട് കേരളത്തിൽ നടത്തണമെന്നാണോ കോൺഗ്രസ് പ്രതിനിധി ആഗ്രഹിക്കുന്നത്? അത് കേരളത്തിൽ നടപ്പില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നേതാവ് ദേവസ്വം മന്ത്രിയായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വാർത്തകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഇത് എന്തൊരു ഏർപ്പാടാണ്? എന്തോ ഓസ്കാർ കിട്ടിയ കണക്കിന് അങ്ങ് വായിച്ചു കോൾമയർക്കുണ്ടല്ലോ. നാണമില്ലാത്ത കൂട്ടര്. എന്നിട്ട് താങ്കളുടെ അവസരത്തിൽ സംസാരിക്കാം ജേക്ക്.